ഹല്ലേലൂയാ. സ്തോത്രം. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവിടുത്തെ ദയ എന്നേക്കുമുള്ളത്. ആ ദയയുണ്ട്, ആ കൃപയിൽ ഇന്നും നമ്മളെ മൂടി മറച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം നമുക്ക് കൃപ തന്നു. സ്തോത്രം. ഹല്ലേലൂയാ. സ്തോത്രം. 67-ാമത്തെ സങ്കീർത്തനമാണ് നമ്മളിന്ന് വായിച്ചത്. സാധാരണ ആശീർവാദമായി പല സഭകളിലും നമ്മൾ കേൾക്കാറുള്ള ചില വാക്യങ്ങളാണ് ആദ്യത്തെ വാക്യങ്ങൾ. സ്തോത്രം. ദൈവം നമ്മോട് കൃപ ചെയ്ത് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ തൻ്റെ മുഖത്തെ നമ്മുടെ മേൽ പ്രകാശിപ്പിക്കുമാറാകട്ടെ. സ്തോത്രം. സങ്കീർത്തനം ആരാ എഴുതിയതെന്ന് അറിയത്തില്ല. എന്നാൽ ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ കൂടിവരവുകളിലും ചുരുങ്ങിയത് ഈ ആദ്യ വാക്യങ്ങൾ അവർ ഉച്ചരിച്ചിരുന്നു എന്ന് അവരുടെ ലിറ്റർജി എടുത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അവരുടെ ആരാധന ക്രമത്തിലൊക്കെ അത് കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. ഒരു രാജ്യത്തെ മുഴുവൻ ദൈവമേ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ്. ഒരാശീർവാദമായിരിക്കുമ്പോൾ തന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയുമ്പോൾ അതൊരു കമാൻഡിങ് സെൻസിലുള്ള ഇതാകുമ്പോൾ തന്നെ അതിൻ്റെ ആന്തരികാർത്ഥം, അത് ഉച്ചരിക്കുന്ന ഓരോ വ്യക്തിയും ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, അവിടുത്തെ മുഖം ഞങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കണമേ. എന്നാൽ ഈ സങ്കീർത്തനക്കാരന് ദൈവിക അനുഗ്രഹങ്ങളെ കുറിച്ച് വ്യക്തമായ ചില കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നു എന്ന് ഇതിൻ്റെ തുടർ വാക്യങ്ങളെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കും. അങ്ങനെയെങ്കിൽ അത് ചിന്തിക്കുന്നതിന് മുൻപേ ഞാൻ ഇന്ന് പകൽക്കാലം പ്രിയ ദൈവമക്കളെ ചോദിക്കട്ടെ, നമ്മെ ദൈവം അനുഗ്രഹിക്കുന്നതിൻ്റെ പിൻപിൽ നമ്മുടെ കാഴ്ചപ്പാടെന്താ? ഉദാഹരണത്തിന് ചുമ്മാ ഒരു ഉദാഹരണം പറയുക. നമ്മളങ്ങനെ ആരും പ്രാർത്ഥിക്കത്തില്ല, എന്നാലും ഒരു ഉദാഹരണം എടുത്തു പറയാം. കർത്താവേ എനിക്കൊരു 10,000 രൂപ തന്ന് എന്നെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നെന്ന് കരുതുക. എന്തിനാ 10,000 രൂപ? എന്തിനാ? നാം ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്ന ഓരോ അനുഗ്രഹങ്ങളെ കുറിച്ചും ഒന്ന്, ദൈവത്തിന് ശക്തമായൊരു കാഴ്ചപ്പാടുണ്ട്. 2, ആ കാഴ്ചപ്പാടുകളോട് ചേർന്ന കാഴ്ചപ്പാട് വളർത്തിയെടുക്കാൻ ഞാനും നിങ്ങളും ബാധ്യസ്ഥരാ. സ്തോത്രം. ചെറിയ പ്രായത്തിലൊക്കെ കുഞ്ഞുങ്ങളോട് പറയും, നിങ്ങൾ ഇപ്പോഴേ ഒരു ലക്ഷ്യം വെച്ച് എന്ത് ചെയ്യണം? പഠിക്കണം. ഉണ്ടോ? ഒരു ലക്ഷ്യം വെച്ച് പഠിക്കണം. സാധാരണ 1-ാം ക്ലാസ്സിലൊക്കെ, പണ്ടൊക്കെ 1-ാം ക്ലാസ് ആണല്ലോ, നമുക്ക് നഴ്സറി ഒന്നുമില്ല, നമ്മൾ ആദ്യം ചെന്ന് ചേരുന്നത് ഒന്നും അല്ലെങ്കിൽ അംഗനവാടിയിലോ അല്ലെങ്കിൽ 1-ാം ക്ലാസ്സിലോ ഒക്കെയാണ് ചെന്ന് ചേരുന്നത്. ചെല്ലുമ്പോഴേ ടീച്ചർ ചോദിക്കുന്ന ഒരു ചോദ്യം കേട്ടിട്ടുണ്ടോ? എന്താകാനാ മോനെ ആഗ്രഹം? അല്ലേ? ചോദിച്ചിട്ടില്ലേ? കണ്ടോ? ചെറിയ പ്രായത്തിലെ ബുദ്ധിയുള്ളവർ, ആലോചനാശേഷിയുള്ളവർ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ പകർന്നു കൊടുക്കുന്ന ഒന്നുണ്ട്. നീ എന്തേലും ആകാനുള്ള ഒരു പ്രത്യേക ലക്ഷ്യത്തോടുകൂടെ വേണം നിന്റെ ജീവിതം നടത്തുവാൻ. ഇന്നത്തെ ഒരു വലിയ പ്രശ്നം ലക്ഷ്യബോധമില്ലാത്ത തലമുറയാ. ആകുന്ന പോലെ ആകാം എന്നവർ ചിന്തിക്കുന്നു. വളരെ അപൂർവം ആളുകൾ അതിന്റെ മധ്യത്തിലും ഇന്നതാകണം എന്നുള്ള ചിന്തയോടുകൂടെ പഠിക്കുന്നവരും പ്രവർത്തിക്കുന്നവരും ഒക്കെ ഉണ്ട്. അവരെ തള്ളിക്കളയുന്നില്ല. എന്നാൽ ഒരു ഭൂരിഭാഗം കുഞ്ഞുങ്ങളിലും താൻ എന്തായി തീരണമെന്നോ തൻ്റെ ഭാവി എന്താകണമെന്നോ
ഒരു ലക്ഷ്യവുമില്ല. സ്തോത്രം. അത് വലിയൊരു അരാജകത്വത്തിലേക്ക് നയിക്കും. ന്യായാധിപന്മാർ അവസാന വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് എന്തുവാ? ആ കാലത്ത് ഇസ്രായേലിന് രാജാവില്ലായിരുന്നു. ജനമെല്ലാം താന്റെ വഴികളിൽ തനിക്ക് ബോധിച്ചവണ്ണം, അങ്ങനെ പറഞ്ഞിരിക്കുന്നത്, തനിക്ക് ബോധിച്ചവണ്ണം നടന്നെന്നാ. ഒരു രാജാവെന്ന് പറയുമ്പോൾ അതിനെ ഈ കോണ്ടെക്സ്റ്റിലേക്ക്, ഈ പശ്ചാത്തലത്തിലേക്ക് ഒന്ന് കൊണ്ടുവരിക. ഒരു രാജാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലതിനെയൊക്കെ ഭരിക്കുന്ന, സകലത്തെയും ഭരിക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞതുപോലെ നമ്മളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം ഭരിക്കുന്ന, അതിൻ്റെ മേൽ അധികാരം നടത്തുന്ന ചില ചിന്തകൾ, ചില കാഴ്ചപ്പാടുകൾ ഒരു ദൈവ പൈതലിനുണ്ടായിരിക്കണം. താങ്ക് യു. ഒരു ദൈവ പൈതലിനുണ്ടായിരിക്കണം. ആത്മീയ ജീവിതത്തിൽ ഇത് ആവശ്യമാണ്. സ്തോത്രം. ലക്ഷ്യമില്ലാത്ത അനുഗ്രഹങ്ങൾ, പ്രിയമുള്ളവരെ, പാപത്തിൽ കൊണ്ടുവന്ന് യാടിക്കും. എറിയാൻ അറിയാത്തവന്റെ കയ്യിൽ കോല് കൊടുക്കുമ്പോൾ അവൻ കണ്ടവനിട്ടെറിയും. നമുക്ക് കിട്ടേണ്ട സാധനം കിട്ടത്തില്ല. അതുകൊണ്ട് ദൈവമക്കൾ സൂക്ഷിക്കണം. നമ്മൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ചുള്ള ലക്ഷ്യം, നാം എന്തിന് അനുഗ്രഹം പ്രാപിക്കുന്നു എന്നുള്ള ലക്ഷ്യം, അതിനെക്കുറിച്ചുള്ള കൃത്യമായ ബോധ്യം. ഞാൻ നിർത്തുമ്പോൾ നിങ്ങളൊക്കെ സ്തോത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി. സ്തോത്രം നമുക്കുണ്ടായിരിക്കണം. സാമ്പത്തിക അനുഗ്രഹങ്ങളായിക്കൊള്ളട്ടെ. ഞാൻ പറയാം, സാമ്പത്തിക അനുഗ്രഹങ്ങളെ കുറിച്ച് ആത്മീകമായ ലക്ഷ്യബോധമില്ലെങ്കിൽ ഞാൻ സമ്പന്നനായിത്തീരും. എൻ്റെ പണമെല്ലാം ഞാൻ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത വഴികളിൽ ചിലവഴിക്കും. കണ്ടോ ലക്ഷ്യബോധം നഷ്ടപ്പെടുന്നതിന്റെ പ്രശ്നം എവിടെയാണെന്ന് കണ്ടോ? ഒരു ലക്ഷ്യബോധവും ഇല്ലാത്ത ഞാൻ പോലീസിൽ ചേർന്നെന്ന് വെച്ചോ. കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വായിച്ചു. തമിഴ്നാട്ടില് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, നോർത്ത് ഇന്ത്യക്കാരൻ, IPS പഠിച്ച് എഴുതി പാസ്സായി വന്നവനാ. ഇപ്പോൾ ക്രിമിനൽ കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. എന്താണെന്നറിയാവോ? അധികാര ദുർവിനിയോഗം. യുവാക്കളെയൊക്കെ കിട്ടുമ്പോൾ വായിക്കകത്ത് കല്ലൊക്കെ തിരുകി 4 ഇടി, 5-6 പിള്ളേരുടെ പല്ലൊക്കെ പോയി. ചിലരുടെയൊക്കെ അടിക്കാൻ പാടില്ലാത്ത സ്ഥാനങ്ങൾ നശിപ്പിച്ചു കളഞ്ഞു. സ്തോത്രം. വാർത്തയിൽ വന്നതാ. കണ്ടോ? ലക്ഷ്യബോധമില്ലാത്തവൻ സ്ഥാനങ്ങൾ പ്രാപിച്ചാലുള്ള കുഴപ്പം കണ്ടോ? ഇതുപോലെ തന്നെ പ്രിയമുള്ളവരെ, ആത്മീക ബോധമില്ലാത്തവന്റെ കരങ്ങളിൽ ആത്മീക അനുഗ്രഹങ്ങളെ കിട്ടിയാൽ കുരങ്ങന്റെ കയ്യിൽ പൂമാല എന്ന വണ്ണം അതിനെ കുട്ടിച്ചോറാക്കി കളയും. അതുകൊണ്ട് നമ്മൾ ആത്മീയ ബോധമുള്ളവരായിരിക്കണം. സ്തോത്രം. ആത്മീക ലക്ഷ്യങ്ങൾ ഒരു ദൈവ പൈതലിനുണ്ടായിരിക്കണം. ഇവിടെ പറയുകയാണ്, ദൈവമേ അവിടുന്ന് ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളെ ചൊരിയണമേ. അവിടുത്തെ മുഖം ഞങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കണമേ. എന്തിനാ? അടുത്ത വാക്യം ഒന്ന് വായിച്ചേ. നിന്റെ വഴി ഭൂമിയിലും നിന്റെ രക്ഷ സകല ജാതികളുടെയും ഇടയിൽ അറിയേണ്ടത് തന്നെ. ഇത് നമ്മളെ അമ്പരപ്പിക്കണം. പഴയ നിയമകാലത്തിലോട്ടൊക്കെ ജ്യൂസിന്റെ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കരവാ. ഇപ്പോഴും കുറവൊന്നുമില്ല. അവരുടെ ജാതിക്കും അവരുടെ കുലത്തിന്റെ അപ്പുറത്തേക്ക് യഹോവ ആരുടേതുമല്ല, ഞങ്ങളുടെ കുടുംബ സ്വത്താണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നതാ. പക്ഷെ ഇവിടെ സങ്കീർത്തനക്കാരന്റെ ലക്ഷ്യബോധം മാറി അവൻ കുറച്ചും കൂടെ ആത്മീയനാകുന്നത് കണ്ടോ? പറയുക, കർത്താവേ അവിടെ ഞങ്ങൾ അനുഗ്രഹിക്കണം. എന്തിനാണെന്നറിയാവോ? യഹൂദന്മാർക്ക് മാത്രം അനുഗ്രഹം ഉണ്ടാകാനല്ല, യഹൂദന്മാരുടെ ഇടയിൽ മാത്രം എൻ്റെ കർത്താവിൻ്റെ നാമം പ്രസ്താവിക്കപ്പെടുവാനല്ല, മറിച്ച് അപ്പുറത്തേക്ക് കർത്താവേ നിന്റെ വഴി ഭൂമി മുഴുവൻ അറിയണം. നിന്റെ രക്ഷ സകല ജാതികളും അറിയണം. അതാ ഈ മേശ വിളിച്ചോതുന്നേ. സ്തോത്രം. ദൈവത്തോട് യാതൊരു സംബന്ധവും ഇല്ലാതിരുന്ന, ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാതിരുന്ന
എനിക്കും നിങ്ങൾക്കും ഈ മേശ അവന്റെ വഴി വെളിപ്പെടുത്തി തന്നു. അവനിലേക്ക് പോകുവാനുള്ള ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമെന്ന് അരുളി ചെയ്തവനിലൂടെ പിതാവിങ്കലേക്ക് പ്രവേശനം നൽകി തന്ന മേശയാ ഇന്ന് പകൽക്കാലം നമ്മൾ കൊണ്ടാടുന്നത്. അങ്ങനെ ഇതിൽ കൊണ്ടാടുന്നെങ്കിൽ അനുഗ്രഹങ്ങളെ കുറിച്ച് ബോധ്യമുള്ളവരായിരിക്കണം. അനുഗ്രഹങ്ങൾ എന്തിനു തന്നു, എങ്ങനെ ഉപയോഗിക്കണമെന്ന് ദൈവത്തിൽ നിന്ന് മാർഗനിർദ്ദേശം പ്രാപിച്ചവരായി നാം അനുഗ്രഹങ്ങളെ പ്രയോജനപ്പെടുത്തണം. മൂന്നാമത്തെ വാക്യം, കണ്ടോ? ഒരു വിശ്വാസത്തിന്റെ പ്രഖ്യാപനമല്ലേ അത്? ഒരു വിശ്വാസത്തിന്റെ പ്രഖ്യാപനം. കർത്താവേ, ജാതികൾ നിന്നെ സ്തുതിക്കും. എപ്പോൾ? എപ്പോൾ? എപ്പോഴാ പ്രിയമുള്ളവരെ മറ്റുള്ളവര് ദൈവത്തെ സ്തുതിക്കാനിടയാകുന്നത്? ഞാൻ മുഖാന്തരം എപ്പോഴാ മറ്റുള്ളവർ സ്തുതിക്കാനിടയാകുന്നത്? ഞാൻ ഒരുവന് നന്മ ചെയ്യുമ്പോൾ എൻ്റെ അനുഗ്രഹങ്ങൾ മറ്റൊരുവന്റെ അനുഗ്രഹങ്ങളായി അവന് പകർന്നു നൽകുമ്പോൾ അവൻ പറയും, കർത്താവേ, ഈ ദൈവദാസന് വേണ്ടി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹം എൻ്റെ ഞെരുക്കങ്ങളിൽ എനിക്ക് വേണ്ടി ഇറങ്ങിയല്ലോ. മുഖസ്തുതിയൊന്നുമല്ല പറയാം. നമ്മൾ ചിലപ്പോഴൊക്കെ മുഖസ്തുതി പറയാറുണ്ട്. പാസ്റ്റർ ഭയങ്കര നല്ലവനാ, അല്ലെങ്കിൽ ആ സഹോദരൻ ഭയങ്കര നല്ലവനാ എന്ന് മുഖത്ത് നോക്കി പറയും. അപ്പുറത്തോട്ട് മാറി നിന്നിട്ട് നമ്മൾ പറയും, ഓ, അതൊന്നുമല്ല പറയുന്നത്. ഇവിടെ ആത്മാർത്ഥമായി എനിക്ക് വേണ്ടി കർത്താവിനെ ഒരാൾക്ക് സ്തുതിക്കാൻ കഴിയണമെങ്കിലുണ്ടല്ലോ, ഞാൻ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ നന്നായി വിനിയോഗം ചെയ്യണം. അത് ചെയ്യുമ്പോൾ മറ്റുള്ളവർ സ്തോത്രം നമ്മുടെ നല്ല പ്രവർത്തികളെ കണ്ട് പിതാവിന് സ്തോത്രം ചെയ്യുവാനിടയായി തീരും. അങ്ങനെ ഒരു വാക്യമില്ലേ അല്ലേ? മറ്റുള്ളവർ നമ്മുടെ നല്ല പ്രവർത്തികളെ കണ്ട് സ്വർഗസ്ഥനായ പിതാവിനെ സ്തോത്രം ചെയ്യുവാൻ, മഹത്വപ്പെടുത്തുവാനിടയായി തീരും. അതിനനുഗ്രഹം. സ്തോത്രം. ജാതികൾ നിന്നെ സ്തുതിക്കും. ഒരു ജാതി, രണ്ട് ജാതിയല്ല, സകല ജാതികളും നിന്നെ സ്തുതിക്കും. സ്തോത്രം. അടുത്ത് പറയുക, ജാതികൾ സന്തോഷിച്ച് ഘോഷിച്ചുല്ലസിക്കും. ണ്ടോ? അവർക്കും മനസ്സിലാകും നീതിയോടെ ജീവിക്കുന്ന, നീതി പ്രവർത്തിക്കുന്ന, നീതിയോടെ വിധിക്കുന്ന ഒരു ദൈവം ഇവരുടെ മധ്യത്തിലുണ്ടെന്ന്. അത് നമ്മുടെ നീതിയുള്ള ജീവിതം കണ്ടിട്ടാണ് മറ്റുള്ളവർക്ക് മനസ്സിലാകണ്ടേ. നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്നത്, കർത്താവേ, അവനെ ഒരു പാഠം പഠിപ്പിക്കണേ, അവൻ അവിടുന്ന് നീതിയുള്ള ദൈവമാണെന്ന് വെളിപ്പെടുത്തണേ, അവിടുന്ന് ഇന്നും ജീവിക്കുന്നവനാണെന്ന് വെളിപ്പെടുത്തണം. അങ്ങനെ പ്രാർത്ഥനകൾ ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നമ്മൾ നീതി പ്രവർത്തിക്കുമ്പം അവർക്ക് മനസ്സിലാകും, കണ്ടോ, ഇവൻ നീതിക്ക് വേണ്ടി ജീവിക്കുന്നു. എന്തുകൊണ്ടാണ് അവൻ നീതിക്ക് വേണ്ടി ജീവിക്കുന്നത്? അവനെ നീതിയോടെ നടത്തുന്ന, അവന് നീതിയെക്കുറിച്ച് ബോധ്യം വരുത്തുന്ന ഒരു ദൈവം അവൻ്റെ കൂടെയുണ്ട്. ഞാൻ വേഗം മുമ്പോട്ട് പോകുകയാണ്. ദൈവമേ, ജാതികൾ നിന്നെ സ്തുതിക്കും, സകല ജാതികളും നിന്നെ സ്തുതിക്കും. വീണ്ടും പറയുകയാ, എന്നിട്ട് പറയുക, ഭൂമി അതിൻ്റെ അനുഭവം തന്നിരിക്കുന്നു. ദൈവം, നമ്മുടെ ദൈവം തന്നെ നമ്മെ അനുഗ്രഹിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഭൂമിയുടെ അറുതികളൊക്കെയും അവനെ ഭയപ്പെടും. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമ്പോൾ ഭൂമിയുടെ അറുതികൾ, മറ്റുള്ളവർ യഹോവയെ ഭയപ്പെടുവാൻ നമ്മുടെ അനുഗ്രഹങ്ങൾ മുഖാന്തരമായി തീരണമെന്നുള്ളതാ ഇതിൻ്റെ പ്രൈം തീമായിട്ട് ഇന്ന് പകൽക്കാലം ഈ 2024 ഏറ്റവും ആദ്യത്തെ ഞായറാഴ്ച ദൈവത്തിൻ്റെ ആത്മാവിന് നമ്മളോട് ഇടപെടുവാനുള്ളത്. നമ്മളെ ദൈവം അനുഗ്രഹിക്കുമ്പോൾ അത് മറ്റുള്ളവർ യഹോവയെ ഭയപ്പെടുവാൻ, ദൈവത്തെ സ്നേഹിക്കുവാൻ, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ നമ്മുടെ അനുഗ്രഹങ്ങൾ മുഖാന്തരമായി തീരണം. 4 പോയിന്റ് പെട്ടെന്ന് എടുത്തു പറഞ്ഞ് എനിക്ക് ദൈവം തന്ന ആലോചനയിൽ നിന്ന് വിരമിക്കുകയാണ്. സ്തോത്രം. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമ്പോൾ ഒന്ന്, സകല ജാതികളും ആ അനുഗ്രഹം അനുഭവിക്കുവാനായിട്ടിടയായിത്തീരും. ഏറ്റവും നല്ല ഉദാഹരണം വിശ്വാസികളുടെ പിതാവായിരിക്കുന്ന അബ്രഹാം. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഞാൻ നിന്നിൽ സകല ജാതികളെയും അനുഗ്രഹിക്കും. ദൈവം എബിയിൽ സകല ജാതികളെയും അനുഗ്രഹിക്കട്ടെ. ദൈവം ഉദയനഗർ AG ചർച്ചിലുള്ള ഓരോ വ്യക്തികൾ മുഖാന്തരവും സകലർക്കും അനുഗ്രഹം ഉണ്ടാകുവാൻ ദൈവം ഇടയാക്കി തീർക്കട്ടെ. അങ്ങനെയെങ്കിൽ നമ്മുടെ അനുഗ്രഹങ്ങളെ കുറിച്ച് നാം ലക്ഷ്യബോധമുള്ളവരായി തീരണം. സ്തോത്രം. 2 പറയുകയാണ്,
ഭൂമി അതിൻ്റെ അനുഭവം തരും. പ്രിയമുള്ള ദൈവ കുഞ്ഞുങ്ങളെ, ഇത് ഈ ഒരു വാക്യത്തിന്റെ വെളിച്ചത്തിൽ ഒരു ദൂത് നിങ്ങൾക്ക് കൈമാറുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നാം ദൈവ തന്ന അനുഗ്രഹങ്ങളിൽ വിശ്വസ്തരായിരിക്കുന്നു എങ്കിൽ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ ജാതികൾ അവയിൽ ദൈവത്തെ അറിയുവാൻ തക്കവണ്ണം ആത്മാർത്ഥമായി, പേരിന് വേണ്ടിയല്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അവിടെ നിർത്തുകയാണ്. പേരിന് വേണ്ടിയല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് അകമഴിഞ്ഞ് ആത്മാർത്ഥതയോടെ, ലക്ഷ്യബോധത്തോടെ, കൃത്യമായ ദൈവിക പദ്ധതിക്ക് കീഴിൽ ആ അനുഗ്രഹങ്ങളെ നമ്മൾ പ്രയോജനപ്പെടുന്നെങ്കിൽ ഭൂമി അതിൻ്റെ അനുഭവം തരും. സ്തോത്രം. നാം ദൈവം തന്ന അനുഗ്രഹങ്ങളെ ശരിയായി ഉപയോഗിക്കാതിരുന്നത് കൊണ്ടല്ലേ ഭൂമി ശപിക്കപ്പെട്ടത്? അതുവരെ ഏതനായിരുന്നിടത്ത് ദൈവം പറയുകയാണ്, ഇനി ഇതിൽ നിന്ന് എന്തു മുളയ്ക്കും? മുള്ളും പറക്കാരെയും മുളയ്ക്കും. എപ്പോഴാ? എനിക്കും നിങ്ങൾക്കും തന്ന അനുഗ്രഹങ്ങളെ നമ്മൾ കൃത്യമായി ഉപയോഗിക്കുന്നില്ലെങ്കിൽ. സ്തോത്രം. പ്രിയമുള്ളവരെ, മുള്ളും പറക്കാരെയും മുളയ്ക്കുന്ന അനുഭവങ്ങൾ ജീവിതത്തിന്റെ ഉഴനിലങ്ങളിലുണ്ടോ? ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ മേശയ്ക്ക് മുമ്പിൽ നമ്മെ സമർപ്പിച്ചിട്ട് പറയാം, കർത്താവേ സമർപ്പിക്കുന്നു, ഏൽപ്പിച്ചു കൊടുക്കാം. ഭൂമി അതിൻ്റെ അനുഭവം തരും നമുക്ക് തന്ന അനുഗ്രഹങ്ങളെ ശരിയായി ഉപയോഗിക്കുമ്പോൾ. അടുത്ത് പറയാം, ദൈവം നമ്മളെ അനുഗ്രഹിക്കും. കേട്ടോ, ദൈവം നമ്മളെ അനുഗ്രഹിക്കും. നാലാമത് പറയുക, ഭൂമിയുടെ അറുതിയെല്ലാം ഇതിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരായി യഹോവയെ ഭയപ്പെടുവാനായിട്ടിടയായിത്തീരും. 2024 നമ്മുടെ അനുഗ്രഹങ്ങളെക്കുറിച്ച്, ദൈവം തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് എന്തുമായിക്കൊള്ളട്ടെ, സാമ്പത്തിക അനുഗ്രഹമായിക്കൊള്ളട്ടെ, ആത്മീയമായ കൃപാവരങ്ങളായിക്കൊള്ളട്ടെ, നിങ്ങൾക്ക് വ്യക്തി ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്ന നന്മകളായിക്കൊള്ളട്ടെ, കുഞ്ഞുങ്ങളാകട്ടെ, ഭാര്യ ഭർത്താക്കന്മാരാകട്ടെ, വീടുകളാകട്ടെ, സമ്പത്തുകളാകട്ടെ, സ്വന്തം ജോലികളാകട്ടെ, ഏത് മേഖലയുമാകട്ടെ, ദൈവം തന്ന അനുഗ്രഹങ്ങളെ കൃത്യമായ ഗൃഹവിചാരകന്മാരായി ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരായി ജീവിക്കാം. അതിനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ബലപ്പെടുത്തട്ടെ. സ്തോത്രം.